ഇനി ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. ചിലര് ചിലപ്പോ പറയാറുണ്ട്, ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും കുറെ കാലമായിട്ട് പരാമർശിക്കാറില്ല, എന്നാലും നിർബന്ധമായതുകൊണ്ട് പറയാം. കാരണം നമ്മളൊരു വലിയ സമ്മേളനത്തിന് വേണ്ടി പത്രസമ്മേളനം വിളിക്കുമ്പോ പത്രക്കാര് അങ്ങനെ ഒരു കാര്യം ചോദിച്ച് അവരവജ്ഞയോടെ ആ ആളുകൾ പറഞ്ഞത് തള്ളിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അസുഖം മാറിയില്ലല്ലോ എന്നതുകൊണ്ട് ഞാൻ ഒരു ചെറിയ സൂചന പറയാൻ. ചിലര് പറയാറുണ്ട്, നമ്മളെ സമസ്ത എന്ന് പറഞ്ഞാൽ അതൊരു വക്കീല്, അദ്ദേഹത്തിന്റെ പേരിപ്പോ ഞാൻ പറയുന്നില്ല, ഒരു വക്കീല് പറഞ്ഞു തന്നിട്ടുണ്ടായ സമസ്യയാണ് എന്ന് പറയാറുണ്ട്. വാസ്തവത്തിൽ വക്കീല് പറഞ്ഞു കൊടുത്തിട്ട് ഉണ്ടാക്കിയ സമസ്ത അത് നമ്മുടേതല്ല, അത് മറുവശത്തിന്റേതാണ് എന്നതിപ്പോ ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. അത് നിങ്ങൾ നന്നായി ഒന്ന് പഠിക്കണം, മനസ്സിലാക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ്. അതെന്തേ? വക്കീല് പറഞ്ഞു കൊടുത്തു, ജനറൽ ബോഡി ഇല്ലാത്ത ഒരു സംഘടനക്ക്, ഒരു കമ്മിറ്റിക്ക് നിലനിൽപ്പുണ്ടാവില്ല. അതുകൊണ്ട് വർഷങ്ങളായി ജനറൽ ബോഡി ചേർന്നിട്ടില്ല. അതുകൊണ്ടൊരു ജനറൽ ബോഡി ഉണ്ടാക്കിയ മിനിറ്റ്സ് എങ്ങനെങ്കിലും ഉണ്ടാക്കണം എന്ന് വക്കീല് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണല്ലോ ഓരോരുത്തരും മറ്റോരോന്ന് പറയാ, അവനവൻ അനുഭവം ഉണ്ടാവുമ്പോഴാണല്ലോ. അത് വക്കീല് അവർക്ക് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് അവരതിങ്ങനെ പല സ്റ്റേജിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരെ വക്കീല് പറഞ്ഞു കൊടുത്തൊരു വിഷയമാണ്. അതിനൊരു ജനറൽ ബോഡി ഉണ്ടാക്കണം. അതിനെന്ത് വേണം? അതിനൊരു കാര്യമുണ്ട്. പുനഃസംഘടിപ്പിച്ച കമ്മിറ്റിക്ക് നിങ്ങൾ മിനിറ്റ്സ് ബുക്കും റിപ്പോർട്ട് ബുക്കും ഒന്നും കൈമാറരുത്. അത് കൈമാറിയാൽ കഥ കഴിയും. അതുകൊണ്ട് നിങ്ങൾ അത് കൈവശം വെച്ചിട്ട് അതിൽ എഴുതി ചേർക്കണം. അതിൽ ആ പഴയ മിനിറ്റ്സുകൾ എഴുതി ചേർക്കണം. അതിനുവേണ്ടി ഒരു മീറ്റിംഗിൽ, മഹാനായ താജുൽ ഉലമ അടക്കമുള്ള മീറ്റിംഗിൽ ഇഷ്ടമുള്ളതെല്ലാം പഴയ മിനിറ്റ്സിൽ എഴുതി ചേർക്കാൻ അധികാരം നൽകണം സെക്രട്ടറിക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് താജുൽ ഉലമ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ മിനിറ്റ്സ് അത് തൊട്ട് കളിക്കാൻ അനുവദിക്കില്ല, അതിലൊന്നും കൂട്ടിച്ചേർക്കാനും ഇറക്കാനും അനുവദിക്കില്ല എന്ന് താജുൽ ഉലമ ഗർജിച്ചത്. ഇത് വസ്തുതയും യാഥാർത്ഥ്യവുമാണ് ഞാൻ പറയുന്നത്. നമുക്ക് കളവ് പറയാൻ വകുപ്പില്ല. അങ്ങനെ ആ മിനിറ്റ്സ് കൈവശം വെച്ച കക്ഷികൾ എഴുതി ചേർത്ത ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് രണ്ടെണ്ണം മാത്രം ഇപ്പൊ പെടുത്താം. അത് മനസ്സിലാക്കുമ്പോ സമസ്ത വ്യാജം ഏതാണെന്ന് ആർക്കും മനസ്സിലാവും. ഇത് ഞാൻ പറയുമ്പോ ഒന്നും കൂടി പറയാൻ, മഹാനായ സദഖത്തുള്ള മുസ്ലിയാരുടെ ഭാഗത്തുള്ള കക്ഷികൾ തെറ്റുതിരുത്തി വരണം എന്ന് പറഞ്ഞൊരു വിവരക്കേടുണ്ടല്ലോ. അങ്ങനെ ഒരു യഥാർത്ഥത്തിൽ നസ്സായ ഇബാറത്ത് വ്യക്തമായി കാണാത്തതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ശാഖാപരമായ മസലയിൽ വീക്ഷണ വ്യത്യാസം വന്നാൽ, ഉദാഹരണത്തിന് കണ്ണാടി പോലെയാണോ കണ്ണട പോലെയാണോ ഈ ഉപകരണം മൈക്ക് എന്നതിനെ സംബന്ധിച്ച് ഒരു ചർച്ച വന്നാൽ, അതിൽ ചിലർ കണ്ണാടി പോലെയാണെന്നും ചിലർ കണ്ണട പോലെയാണെന്നും എന്നും പറഞ്ഞാൽ അതിന്റെ പേരിൽ അവരെ പഴിക്കാൻ പറ്റുമോ? അവർക്ക് മനസ്സിലായത് അവർ പറഞ്ഞു, ഇവർക്ക് മനസ്സിലായത് ഇവർ പറഞ്ഞു. അതല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്? അതിന്റെ പേരിൽ തിരുത്തി വരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാണ്, കേരള സംസ്ഥാന ജമിയത്ത്, സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരൊക്കെ സദഖത്തുൽ മുസ്ലിയാര് പറഞ്ഞൊക്കെ മോശമായി പോയി തിരുത്തണമെങ്കിൽ മൊഗ്രാനിലെ മഹത്വം തിരുത്തിയ കക്ഷികളായിരിക്കണ്ടേ അവര്? അങ്ങനെ തിരുത്താൻ ശംസിയ തരീഖത്തിനെ സംബന്ധിച്ച് തിരുത്തിയതുപോലെ തിരുത്താൻ അവന് തയ്യാറാകുമോ? അപ്പൊ ഭിന്നത നിലനിൽക്കണമെന്നല്ലേ ആ പറഞ്ഞതിന്റെ ആകത്തുക? ഇത് ബുദ്ധിയുള്ള ആളുകൾ ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇനി ഒന്നുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്താൻ, രണ്ടാമത് പറഞ്ഞത് എന്താ അറിയോ? നമ്മളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് സുന്നികൾ ഐക്യപ്പെടുന്നത് വളരെ നല്ലതാണ്, നല്ല അഭിപ്രായമാണ്, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അത് നമ്മൾ പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളെയും ഐക്യപ്പെടുത്തുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യാൻ. പക്ഷെ അപ്പൊ പറയാണ്, അത് സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയവർ ഇങ്ങോട്ട് വരണം. അപ്പൊ എനിക്ക് മനസ്സിലാകുന്നില്ല, പഴയതൊക്കെ മൻസൂഖായോ? പഴയ കാലത്ത് പറഞ്ഞിരുന്നത് പിരിഞ്ഞു പോയവരെന്നല്ല, പറഞ്ഞിരുന്നത് പുറത്താക്കിയവരെന്നാണ്. പുറത്താക്കിയവർ പിന്നെ എങ്ങനെ ഇങ്ങോട്ട് വരിക? അകത്താക്കണ്ടേ? അപ്പോ പുറത്താക്കി എന്ന് പഴയ കാലത്തുള്ള പത്രങ്ങളൊക്കെ ഞങ്ങളുടെ കൈവശത്തിലുണ്ട്. അപ്പൊ പുറത്താക്കിയ കക്ഷികൾ പിരിഞ്ഞു പോയവരിങ്ങ് വന്നാ മതി എന്ന് പറയുമ്പോ പുറത്താക്കിയതല്ല എന്ന് ഉറച്ചോ? ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയണം, ഏതെങ്കിലും ഒന്ന്. ഏതാ പുറത്താക്കിയതോ പിരിഞ്ഞു പോയതോ? പിരിഞ്ഞു പോയവര് തിരിച്ചു വന്നാ പ്രശ്നം കഴിഞ്ഞു എന്നാ പറയുന്നു. എന്നാ പിന്നെ പിരിഞ്ഞു പോയതോ പുറത്താക്കിയതോ അതൊന്നാദ്യം പറയും, അതൊന്നാദ്യം തീരുമാനമാകണം. ഇനി ഒന്നുകൂടി ഞാൻ പറയാൻ, ഇനി പുറത്തു പോയവർ തിരിച്ചു വരണമെന്നാ പറയുന്നെങ്കിൽ പുറത്തു പോയിട്ടില്ല വാസ്തവത്തിൽ. പിന്നെന്താ ചെയ്തത്? ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോയിട്ട് ജനറൽ ബോഡി വിളിക്കുകയാണ് ചെയ്തത്.
പുറത്തു വല്ലത് സമസ്തയിൽ തന്നെ നിന്നുകൊണ്ട് സമസ്തയുടെ ജനറൽ ബോഡി വിളിച്ചു, സമസ്തയുടെ സംഘടന പുനഃസംഘടിപ്പിച്ചു. അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്? അതിനല്ലേ സൊസൈറ്റീസ് ആക്ട് പ്രകാരം അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്? അങ്ങനെ പുനഃസംഘടിപ്പിച്ചു. ആ പുനഃസംഘടിപ്പിക്കുന്ന മീറ്റിംഗിൽ എല്ലാരെയും വിളിച്ചിരുന്നല്ലോ. വരാത്തതിന് ഉത്തരവാദി ആരാ? വരാത്തവരല്ലേ. വന്ന ജനറൽ ബോഡി അംഗങ്ങൾ ചേർന്ന് അങ്ങനെയാണ് പുനഃസംഘടിപ്പിച്ചത്. ഇവിടെ സമസ്ത എവിടെയാണ് പിഴച്ചത്, സമസ്ത എവിടെയാണ് വ്യാജമായത് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇനി ഒന്നുകൂടി ഞാൻ പറയാൻ, മറ്റുള്ളവരെന്ത് ചെയ്തു പറയോ? മറ്റുള്ളവർക്ക് മുൻകാലത്തുള്ള മിനിറ്റ്സ് ഹാജരാക്കാൻ ഇല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരിപ്പോൾ അതെ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് പുസ്തകത്തിന്റെ കോപ്പി നിങ്ങൾക്ക് ഇനി അവിടെ സ്ക്രീനിൽ കാണാം. അപ്പോഴാണ് തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ, വ്യാജരേഖകൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുക. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. 316 പേജ് 26/7/75 ജനാബ് വീരാൻകുട്ടി മുസ്ലിയാർ അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ യോഗത്തിന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഇങ്ങനെ വന്നിട്ട് അത് മൂന്നാമത്തെ തീരുമാനം പറയാണ്. ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ ജനറൽ ബോഡി അങ്ങളുടെ ലിസ്റ്റ് പരിശോധിക്കുകയും കുറെ പേരുടെ അംഗത്വം അംഗീകരിക്കുകയും ചിലരുടെ കാര്യം നിർത്തിവെക്കുകയും ചെയ്തു എന്ന് ഒന്നാം തീരുമാനം. രണ്ടാമത്തെ തീരുമാനം, കോളേജ് കമ്മിറ്റിയിലേക്ക് മുമ്പുള്ള അംഗങ്ങൾക്ക് പുറമെ താഴെ പറയുന്ന അംഗങ്ങളെയും കൂടി തെരഞ്ഞെടുക്കുകയും ചെയ്തു. 1 ഇ കെ ഹസൻ മുസ്ലിയാർ, 2 എ പി അബൂബക്കർ മുസ്ലിയാർ, 3 കെ ടി ബാനു മുസ്ലിയാർ, 4 എ മുഹമ്മദ് മുസ്ലിയാർ, 5 കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ, 6 കോയണ്ണി മുസ്ലിയാർ. പിന്നത്തെ തീരുമാനം, സുന്നി യുവന സംഘത്തിന് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ തയ്യാർ ചെയ്യാൻ താഴെ കൊടുത്ത അംഗങ്ങളെ അധികാരപ്പെടുത്തി. ടി അബൂബക്കർ മുസ്ലിയാർ കോട്ടുമല, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഐദുൽ മുസ്ലിയാർ. ഇനി നിങ്ങൾ അതിന്റെ ബാക്കി വായിക്കണം. അവിടെ ഒരു ചുവപ്പ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം യോഗം പിരിഞ്ഞു എന്ന് സെക്രട്ടറി ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ ഒപ്പ് 16/10/75. യോഗം പിരിഞ്ഞു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഒപ്പിട്ടിരിക്കുകയാണ്. അതിന്റെ ചോട നിങ്ങൾ കുറച്ച് വാചകം കാണും. യോഗം പിരിഞ്ഞതിന് ശേഷം എങ്ങനെ യോഗം തീരുമാനം വന്നത്? യോഗം പിരിഞ്ഞു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അതിന്റെ ചോട കാണാൻ NB മുസാവർ അംഗങ്ങളുടെ ഒഴിവുകൾ അടുത്ത യോഗത്തിൽ വെച്ച് പൂർത്തീകരിക്കാൻ വെച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതാ ഒരു വല്ലാതെ വിഷമിച്ച് എഴുതിയിരിക്കുന്നത്. അടുത്തു തന്നെ ജനാബ് ബോഡിന്നോ ജനറൽ ബോഡിന്നോ എന്താ വായിക്കേണ്ടത്? ജാൻ എന്നിട്ട് 2 കുത്ത്. കാരണം സ്ഥലമില്ല, പിന്നെ കൂട്ടിച്ചേർക്കുമ്പോ സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പോ സ്ഥലമില്ലാത്തതുകൊണ്ട് ജാൻ എഴുതിയിട്ട് 2 കുത്താണ്. 2 കുത്ത് ബോഡി വിളിക്കാനും തീരുമാനിച്ചു എന്നൊരു വാചകം കൂട്ടിച്ചേർത്ത് വെച്ചു. അപ്പൊ നേരത്തെ യോഗം പിരിഞ്ഞു എന്ന് മേലെ സെക്രട്ടറിന്റെ ഒപ്പ്, അത് കഴിഞ്ഞിട്ട് അതിന്റെ ചോടെ പിന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞ കുറെ സംഗതികൾ. ഇതെങ്ങനെ വന്നു? ഒരു ബുദ്ധിയുള്ള ആളുകളെ മുന്നിൽ ഞങ്ങൾ ഈ ചോദ്യം ഇട്ടുകയാണ്. ഇതെങ്ങനെ യോഗം പിരിഞ്ഞതിന് ശേഷം പിന്നെ എങ്ങനെ തീരുമാനം വന്നത്? എന്നിട്ട് സർവ്വസമ്മതമായി പാസാക്കി NK അബ്ദുള്ള മുസ്ലിയാർ ഒപ്പ് എന്നാണ് ഒരു ഒപ്പും. ഇതൊരു രസാണ്. ഇനി വേറെ ഒന്നും കൂടി അതിനേക്കാൾ രസമുണ്ട്. വക്കീലന്മാര് പറഞ്ഞു കൊടുത്തിട്ട് എഴുതുമ്പോ കുറച്ചൊക്കെ നമ്മുടെ കാന്തപുരസ്ഥാനിൽ നിന്ന് പഠിച്ച കുറെ മുത്തലിമുകൾ, സക്കാഫികള്, അഡ്വക്കേറ്റുമാരും കൂടിയാണ്. അങ്ങനത്തെ ഒരു അഡ്വക്കേറ്റിനെ എങ്കിലും കൂടെ കൂട്ടിയാൽ മതിയായിരുന്നു. എന്നാൽ ചില ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അഡ്വക്കേറ്റ് പറഞ്ഞതനുസരിച്ച് പഠിപ്പിച്ചു കൊടുത്ത വെളവും വെച്ചുകൊണ്ടുവന്ന ചോറും തേച്ചപ്പാടുണ്ടാവില്ല എന്ന് പണ്ടൊരാൾ പറഞ്ഞിരുന്നു. അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അടുത്ത നല്ല രസമാണ്. 318 പേജ്. 318 ഏറ്റവും മേലെ പേജ് നമ്പർ കാണാം. അതിൽ 26/7/75 ജനാബ് വീരാൻകുട്ടി മുസ്ലിയാർ അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ യോഗത്തിന്റെ റിപ്പോർട്ടാണ് നമ്മൾ ഇപ്പൊ വായിച്ചിരുന്നത്. ഇനി അടുത്തത് 318 പേജില് ആ എഴുത്തൊന്ന് നിങ്ങൾ നോക്ക്. ഒരു സാധാരണ എഴുത്താണോ, അല്ലെങ്കിൽ അത് ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ എഴുത്താണോ? മറ്റൊന്ന്, ആ എഴുത്ത് തന്നെ ഒരു സാധാരണ കൈയക്ഷരത്തിൽ എഴുതുന്നതാണോ? ഇത്ര അടുപ്പിച്ചിട്ട് അത് അതിൽ കാണുമ്പോൾ കുറച്ച് വലുതാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് സ്പേസ് കാണും. എന്നാൽ തീരെ സ്പേസ് ഇല്ലാതെ എഴുതിയ ആ എഴുത്ത് അവസാനത്തിലൊരു ഒപ്പ്. ഇതിലുള്ള വിഷയങ്ങൾ നല്ല രസമുള്ള വിഷയമാണ്. അതിലൊന്ന് ഞാൻ വായിക്കാം. ഇതിലൊന്നാമത്തെ വിഷയം ഒരു വിഷയം സദഖത്തുള്ള മൗലവിയുടെ രാജി, ചില അംഗങ്ങളെ ഒഴിവാക്കൽ എന്നിവയെ തുടർന്ന് കൂറുള്ളവരെ പരിശോധിച്ച് പുതിയ ജനറൽ ബോഡി ലിസ്റ്റ് തയ്യാറാക്കൽ അത്യാവശ്യമായി വന്നിരിക്കയാൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി ജനറൽ സെക്രട്ടറി 2 കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ എന്നിവരെ അധികാരപ്പെടുത്തി. ജനറൽ ബോഡി റിപ്പോർട്ട് മേലിൽ, ഇതാണ് ഏറ്റവും രസമുള്ളത്,
ജനറൽ ബോഡി റിപ്പോർട്ട് മേലിൽ പ്രത്യേക പുസ്തകത്തിൽ രേഖപ്പെടുത്തേണ്ടതാണെന്ന് തീരുമാനിച്ചു. കാരണം ഈ പുസ്തകത്തിൽ ഇനി എവിടെയും ജനറൽ ബോഡി തീരുമാനം എഴുതാൻ കഴിയില്ല. അപ്പൊ അതിന് വേറൊരു പ്രത്യേക പുസ്തകമാണ് എന്ന് ഇവിടെ ഒരു രേഖ ഉണ്ടാക്കാൻ വേണ്ടി എഴുതി വെച്ചു. എന്നിട്ടോ അതിന്റെ ശേഷം മുസാവറയിൽ വരുന്ന ഒഴിവിലേക്ക് കീഴ്വഴക്കം പോലെ മുസാവറക്ക് തന്നെ ആളെ നോമിനേറ്റ് ചെയ്യാൻ അധികാരം നൽകി. മുസാവറ അംഗങ്ങളുടെ ലിസ്റ്റ് ജനറൽ ബോഡി കൂടുമ്പോൾ വായിച്ചു കേൾപ്പിക്കേണ്ടതാണ്. 3, കീഴ്ഘടകങ്ങൾ ഇതായിട്ട് രസമുള്ള മറ്റൊരു തീരുമാനം. കീഴ്ഘടകങ്ങൾ നിലവിൽ വരികയും പ്രവർത്തനങ്ങൾ മുറക്ക് നടക്കുകയും ചെയ്യുന്നതിനാൽ അത്യാവശ്യമുള്ളപ്പോൾ മാത്രം ജനറൽ ബോഡി ചേർന്നാൽ മതി എന്ന് തീരുമാനിച്ചു. ജനറൽ ബോഡി എപ്പം തീരുമാനം ചേരണമെന്നുള്ളത് ഭരണഘടന അനുസരിച്ചല്ലേ പറയേണ്ടത്. ഇവിടെ വെച്ച് തീരുമാനിക്കുകയാണ് അത്യാവശ്യം. അതും രസമുണ്ട്. ഈ ധാരാളം പ്രവർത്തനം നടക്കുമ്പോഴേ ജനറൽ ബോഡി കൂടുതൽ ചേരേണ്ടി വരിക. അതേ സമയത്ത് നേരെ തിരിച്ചാണ് തീരുമാനം ബില്ലക്സ്. എന്നിട്ട് അതിന്റെ ശേഷം വേറൊന്ന്, അത് നല്ല രസമുള്ള തീരുമാനമാണ്, വളരെ നല്ല തീരുമാനമാണ്. കീഴ്ഘടകങ്ങളിലുള്ള മുസാവറ അംഗങ്ങളല്ലാത്തവരെയും രാഷ്ട്രീയത്തിന് മുൻതൂക്കം നൽകുന്നവരെയും ജനറൽ ബോഡിയിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളൊന്നും, രാഷ്ട്രീയ പാർട്ടിക്ക് മുൻതൂക്കം നൽകുന്ന ആളുകളൊന്നും ജനറൽ ബോഡിയിൽ പാടില്ല എന്നൊരു തീരുമാനം. വളരെ നന്നായിട്ടുണ്ട് ആ തീരുമാനം. അങ്ങനെ ഒരു തീരുമാനവും കൂടി എടുത്തു വെച്ചു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിനേക്കാളുള്ള രസമുണ്ട്. അവിടെ 318 പേജ്. അതിന്റെ പേജിൽ ലാസ്റ്റ് എഴുതിയ നമ്പർ, അതായത് ഒപ്പിട്ടിട്ട് അവിടെ കൊടുത്ത ഡേറ്റ് 21/3/76. അതൊന്ന് കുറച്ച് ഇങ്ങോട്ട് നീക്കിയാൽ അത് കാണാൻ പറ്റും. അതല്ല, ഈ പേജല്ല, ആദ്യത്തെ പേജ്. അതെ, 21 ലാസ്റ്റ് ഒപ്പിട്ടത് 21/3/76. എന്നാൽ 319 പേജ്, അതിന്റെ നേരെ ഇപ്പുറത്ത് 319 പേജ്, അടുത്ത ഇപ്പുറത്തെ പേജ് ഒന്ന് നോക്കാം. അതിന്റെ ആദ്യ ഭാഗം 319 പേജ്. അതിൽ എത്രാമത്തെ ഏത് ദിവസത്തെ യോഗ ചേർന്നത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ യോഗം 21/2/76 11 മണിക്ക്. അപ്പൊ ഫെബ്രുവരി 21 ചേർന്ന യോഗം 319 പേജിലും. ശരിക്കും മനസ്സിലാക്കണം, ഫെബ്രുവരി 21 ചേർന്ന യോഗം 319 പേജിലും, അതേസമയത്ത് അത് കഴിഞ്ഞ് മാർച്ച് മാസം 21 ചേർന്ന യോഗം 318 പേജിലും. ബാക്കിയിലോട്ട് അതും കൂടി ഒന്ന് ചോദിച്ചു പഠിക്കണ്ടായിരുന്നോ? അതായത് ഒരു യോഗത്തിന്റെ തീരുമാനം എഴുതുമ്പോ പിന്നെ ചേർന്ന യോഗത്തിന്റെ തീരുമാനം ആദ്യത്തെ പേജിലും, ആദ്യം ചേർന്ന യോഗത്തിന്റെ തീരുമാനം പിറ്റത്തെ പേജിലും എങ്ങനെ വന്നു? എങ്ങനെ? മുസ്ലിംമാര് ആവുമ്പോ അവര് പ്രത്യേകിച്ചും ആളുകളോട് വിശ്വസ്തരാകണ്ടേ? അത് സമസ്തയുടെ റിപ്പോർട്ടും മിനുസും കൈകാര്യം ചെയ്യുന്ന സ്ഥലത്തെങ്കിലും ഒരമാനത്തുണ്ടാകണ്ടേ? ഖിയാമനാളിന്റെ അലാമത്താണ്. അമാനത്ത് നഷ്ടപ്പെട്ടു പോയാൽ, വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയാൽ, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ കൈകാര്യം ചെയ്ത, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കൈകാര്യം ചെയ്ത, നമ്മുടെ മുൻഗാമികളായ ഔലിയാക്കളും ആരിഫീങ്ങളും സാലിഹീങ്ങളുമായ ബഹ്ർ പോലത്തെ ആലിമീങ്ങൾ കൈകാര്യം ചെയ്ത ഈ മിനിറ്റ്സ് ഏതൊരു ബുദ്ധിയുള്ള വിദ്യാർത്ഥിയുടെയും മുന്നിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ റിപ്പോർട്ടും മിനിറ്റ്സും ഒരു ബുദ്ധിയുടെ മുന്നിൽ നിലനിൽപ്പുള്ളതല്ല എന്ന് വരുത്തി തീർക്കുന്ന പ്രവണത. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് സമസ്തയുടെ പേര് കൊടുക്കാൻ ലോകത്താർക്കെങ്കിലും സാധിക്കുമോ? അമാനത്ത് ഇവരുടെ കൈവശത്തിലുണ്ടോ? സുഹൃത്തുക്കളെ, എന്തിന്റെ പേരിലാണ് ഈ വഞ്ചന നടത്തിയത്? എന്തിനു വേണ്ടിയാണ് ഈ വഞ്ചന നടത്തിയത്? ഈ രൂപത്തിൽ ഇതിപ്പോ ഞാൻ 2 മാത്രം വായിച്ചതാ, ഇനി ഒരുപാട് വായിക്കാനുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ ഏത് ബുദ്ധിയുള്ളവരും മനസ്സിലാക്കാൻ കഴിയുന്ന വിധം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മിനിറ്റ്സ് കാണുന്നില്ല, റിപ്പോർട്ട് ഈ രൂപത്തിൽ തിരുത്തിയിരിക്കുന്നു. എന്നിട്ട് ഞങ്ങളുടേതാണ് സമസ്ത എന്ന് വാദിച്ചുകൊണ്ട് അവര് വെറുതെ ഇരിക്കുകയാണെങ്കിലും